പരമാധികാര രാഷ്ട്രത്തിൽ ഇരുട്ടിന്റെ മറവിൽ കടന്നു കയറുക, അവരുടെ ജനനേതാവിനെ കൈവിലങ്ങണിയിച്ച് കടത്തിക്കൊണ്ടുപോവുക. ഇത് ചെയ്തത് ട്രംപ്. പിടിയിലായത് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുരോ. ഈ സംഭവം പുറത്തറിഞ്ഞതോടുകൂടി ട്രംപ് അനുകൂലികൾ വലിയ ആർമാദത്തിലാണ്. അതങ്ങ് അമേരിക്കയിൽ മാത്രമല്ല, നമ്മുടെ കൊച്ചു കേരളത്തിലും അത് നടക്കുന്നുണ്ട്. അമേരിക്കയിലേക്ക് കുടിയേറിയ വെനസ്വേലക്കാർ നടത്തിയ ആഹ്ലാദ പ്രകടനം പോലും വെനസ്വേലൻ തെരുവുകളിൽ നടന്ന ആഹ്ലാദ പ്രകടനം എന്ന രീതിയിൽ വ്യാജ പ്രചാരണവും നടക്കുന്നുണ്ട്. ട്രംപ് അനുകൂലികളിൽ സംഘികൾ, കമ്മികൾ, കൊങ്ങികൾ അങ്ങനെ എല്ലാവരുമുണ്ട്. ട്രംപ് ചെയ്തത് എന്തോ മരണമാസ് ഐറ്റം എന്ന ഗീർവാണം മുഴക്കുന്നവർ ട്രംപിന്റെ രഹസ്യ അജണ്ടകൾ, ദീർഘകാല അജണ്ടകൾ, ബിസിനസ് താൽപര്യങ്ങൾ എന്നിവയെക്കുറിച്ച് മിനിമം ധാരണ പുലർത്തുന്നവരാണോ? വർണ്ണവെറി, മൂന്നാം ലോക രാജ്യങ്ങളോടുള്ള അസഹിഷ്ണുത, മുസ്ലിം രാജ്യങ്ങളെയും മുസ്ലിം നാമധാരികളെയും ഭീകരവാദികളായി ചിത്രീകരിക്കുന്ന നയതന്ത്രം, സൊമാലിയയിൽ നിന്നുള്ള കറുത്തവർഗക്കാരി ആയതുകൊണ്ട് മാത്രം സ്വന്തം സഹപ്രവർത്തകയെ ചവറുകൂന എന്ന് വിശേഷിപ്പിച്ച മനുഷ്യത്വമില്ലായ്മ. ഇങ്ങനെയുള്ള ട്രംപ് ഒരു ഭരണാധികാരിയെ തടവിലാക്കിയത് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ചിന്താഗതിയിൽ കാര്യമായ എന്തോ തകരാറുണ്ടായിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മദുരോയെ തടവിലാക്കിയതിന് പിന്നാലെ ഇന്ത്യ അടക്കമുള്ള 6 രാജ്യങ്ങൾക്ക് വലിയ ഭീഷണിയുമായിട്ടാണ് ട്രംപ് പ്രസ്താവന നടത്തിയത്. അമേരിക്കയുടെ വ്യാപാര സാമ്പത്തിക താൽപര്യങ്ങൾക്കനുസരിച്ച് നിന്നില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ അധിക വേഗത്തിൽ നികുതി ചുമത്തും എന്നുള്ളതാണ് ട്രംപിന്റെ ഭീഷണി. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ അധിക നികുതി ഇന്ത്യക്കെതിരെ ചുമത്തും എന്നുള്ളതാണ് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത്. നേരത്തെ വ്യാപാര കമ്മിയുടെ പേരിൽ 25%, റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിലുള്ള 25% ചേർത്ത് 50% തീരുവയാണ് ഇന്ത്യക്കെതിരെ അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. ഇത് 500% വരെ ആക്കുമെന്നുള്ളതാണ് ട്രംപിന്റെ നേരത്തെയുള്ള ഭീഷണി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ചർച്ചകൾ 6 റൗണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇതുവരെയും ഇത് സംബന്ധിച്ചുള്ള ഒരു ധാരണയും ആയിട്ടില്ല. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ സംബന്ധിച്ച് വിലപേശൽ നടത്തി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള തന്ത്രമാണ് ട്രംപ് ഇപ്പോൾ പയറ്റുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നല്ല മനുഷ്യനാണ്, എന്നെ സന്തോഷിപ്പിക്കേണ്ടത് വളരെ പ്രധാനമെന്ന് നരേന്ദ്രമോദിക്ക് അറിയാമായിരുന്നുവെന്നാണ് ട്രംപ് ഭീഷണി സ്വരത്തിൽ പറയുന്നത്. ഇന്ത്യക്കെതിരെ അതിവേഗം താരിഫ് വർദ്ധിപ്പിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാകുമെന്നും ട്രംപ് പറയുന്നു. 6 റൗണ്ട് ചർച്ചകൾ പൂർത്തിയായിട്ടും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച് നിർണായക പ്രഖ്യാപനം ഇതുവരെ ഉണ്ടാകാത്തതിന് പിന്നിലെ ഗുട്ടൻസ് ഇപ്പോൾ പിടികിട്ടിയില്ലേ? ട്രംപിന്റെ താൽപര്യാർത്ഥം റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യ വലിയ വെട്ടിക്കുറവൽ വരുത്തിയിരുന്നു. എന്നാൽ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തോടെ കളം മാറി. അമേരിക്കയ്ക്ക് റഷ്യയിൽ നിന്ന് ഇന്ധനം ഇറക്കുമതി ചെയ്യാമെങ്കിൽ ഇതേ സ്വാതന്ത്ര്യവും അവകാശവും ഇന്ത്യക്കുമുണ്ടെന്ന് പുടിൻ പ്രസ്താവന നടത്തി. റഷ്യയിൽ നിന്നുള്ള എണ്ണ തടസ്സരഹിതമായി ഇന്ത്യയിലേക്ക് എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് മുഖത്തേറ്റ അടിയായിരുന്നു. പുടിന്റെ പ്രസ്താവനയെ മയപ്പെടുത്താൻ ഇന്ത്യ ഇടപെട്ടില്ല എന്നുള്ളതും, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യ പുനരാരംഭിച്ചതും അമേരിക്കയെ വല്ലാതെ അലോസരപ്പെടുത്തിയിട്ടുണ്ടാകണം. വെനസ്വേലയിൽ ചെയ്തതിന് സമാനമായി സൈനികമായിട്ടുള്ള ഒരു ശക്തി പ്രകടനത്തിന് ഇന്ത്യയിൽ ട്രംപ് മുതിരില്ല. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ 4ാമതായി കുതിച്ചുയരുന്ന ഇന്ത്യയെ സാമ്പത്തികമായി ഞെരുക്കുക എന്നുള്ളതായിരിക്കും ട്രംപിന്റെ നയം. ഇതിനായുള്ള പിത്തലാട്ടങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അത്രയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണോ മൈ ഫ്രണ്ടിന്റെ ആരാധകർ ട്രംപിനെ പാടി പുകഴ്ത്തുന്നത് എന്നതുകൂടി ഓർക്കണം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ താനാണ് മധ്യസ്ഥത വഹിച്ചത് എന്നുള്ള ട്രംപിന്റെ അവകാശവാദത്തെ ഇന്ത്യ പാടെ തള്ളിക്കളഞ്ഞതും, ഇതോടുകൂടി സമാധാനത്തിനുള്ള നോബൽ സമ്മാനം എന്ന തന്റെ സ്വപ്നം അത് എരിഞ്ഞടങ്ങിയതും ട്രംപിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ടാകണം. ട്രംപിന്റെ അവകാശവാദങ്ങളെ ചുവടോടെ വെട്ടിക്കളഞ്ഞതിന്റെ കലിപ്പും അദ്ദേഹത്തിന് ഇന്ത്യക്കെതിരെ ഉണ്ട്. ഡോളർ വിരുദ്ധ കൂട്ടായ്മ എന്ന് വിശേഷണമുള്ള ബ്രിക്സ് കൂട്ടായ്മയുടെ മുഖ്യ സംഘാടകരിൽ ഒന്നാണ് ഇന്ത്യ. ഡോളറിന് ബദലായി ബ്രിക്സ് കറൻസി എന്ന ആശയം വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രാദേശിക കറൻസിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസിയിൽ ഇടപാട് നടത്തണം എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. അമേരിക്ക പിന്തുണയ്ക്കുന്ന കൂട്ടായ്മകളായ, അതായത് ലോകത്തെ ഏറ്റവും വലിയ കൂട്ടായ്മകളായ നാറ്റോ, അതേപോലെ തന്നെ G7 ഇവയ്ക്ക് ബദലായി ബ്രിക്സ് വളർന്നു വരുന്നതും ട്രംപിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഇതിനൊക്കെ ഉപരിയായി റഷ്യ, ഇന്ത്യ, ചൈന സഖ്യം അഥവാ RIC സഖ്യം വളർന്നു വരുന്നതും ട്രംപിന്റെ ഉറക്കം കെടുത്തുന്നുണ്ടാകണം. ഇന്ത്യക്ക് പുറമെ ക്യൂബ, മെക്സിക്കോ, ഇറാൻ, ഗ്രീൻലാൻഡ് അടക്കമുള്ള രാജ്യങ്ങളെയും ട്രംപ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്.
ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് വേണം എന്നുള്ളതാണ് ട്രംപിന്റെ നിലപാട്. ഇറാനിൽ നടക്കുന്ന ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ അവരെ പ്രക്ഷോഭകാരികളെ വെടിവെച്ച് കൊല്ലാനാണ് ഭരണകൂടത്തിന്റെ തീരുമാനമെങ്കിൽ കടുത്ത രീതിയിൽ ഇടപെടും എന്നുള്ളതാണ് ട്രംപിന്റെ ഭീഷണി. നാറ്റോ സഖ്യരാജ്യമായ ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള ഗ്രീൻലാൻഡിനെതിരെ അമേരിക്ക അവകാശവാദം ഉന്നയിക്കുന്നതിന്റെ പൊരുത്തക്കേട് ഇതിനോടകം തന്നെ ഡെൻമാർക്ക് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സൈനികമായി ഗ്രീൻലാൻഡിൽ അമേരിക്ക ഇടപെട്ടാൽ അത് നാറ്റോ സഖ്യത്തിന്റെ അവസാനം തന്നെ ആകുമെന്നുള്ളതാണ് ഡെൻമാർക്ക് പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്. വടക്കൻ അറ്റ്ലാന്റിക്കിൽ റഷ്യയുടെയും ചൈനയുടെയും ചരക്ക് കപ്പലുകളും സൈനിക കപ്പലുകളുടെയും സാന്നിധ്യം വർദ്ധിക്കുന്നതാണ് ഗ്രീൻലാൻഡിന് മേൽ അമേരിക്ക അവകാശവാദം ഉന്നയിക്കുന്നതിന്റെ പ്രധാന കാരണം. ഇന്ത്യയുടെ കാര്യത്തിൽ അമേരിക്ക അവരുടെ മുൻ നിലപാടുകൾ മാറ്റുമെന്നുള്ള ധാരണ തൽക്കാലം നമുക്ക് വേണ്ട. അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ നികുതി രഹിതമായി വിറ്റഴിക്കപ്പെടാനുള്ള വിപണിയായിട്ടാണ് അമേരിക്ക ഇന്ത്യയെ കാണുന്നത്. പാലും പാലധിഷ്ഠിത ഉൽപ്പന്നങ്ങളും അതേപോലെ ജനിതക പരിവർത്തനം വരുത്തിയ ഇനങ്ങൾ പോലും ഇതിൽപ്പെടും. ഇത്തരത്തിൽ അമേരിക്കൻ കാർഷിക വിഭവങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിപ്പെട്ടാൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കാർഷിക നയത്തിൽ സമൂലമായ മാറ്റമുണ്ടായാൽ അത് വലിയ സമര പരമ്പരകൾക്കും വഴി തുറക്കും. ഇത്തരത്തിൽ ഉള്ള സമര പരമ്പരകൾ ഡൽഹിയെ എത്തരത്തിലാണ് മാറ്റിമറിച്ചതെന്നുള്ള അനുഭവം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുണ്ട്. ഇന്ത്യയുമായി ദീർഘകാല ബന്ധമാണുള്ളതെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്റെ ഉറ്റ സുഹൃത്താണെന്ന് ട്രംപ് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ പക എരിയുന്നുണ്ട്. ട്രംപിന് വേണ്ടി കീജെ വിളിക്കുന്നതിന് മുൻപ് ഒന്നാലോചിക്കണം. ഇന്നലെ ഇറാഖ്, സിറിയ, നൈജീരിയ, ലിബിയ തുടങ്ങിയ രാജ്യങ്ങൾ, ഇന്ന് വെനസ്വേല. നാളെ ട്രംപ് ഏത് രാജ്യത്തിന് നേരെയും വരാം, ഏത് രാജ്യത്തിന് നേരെയും.